പുരുഷൻ്റെ സ്നേഹം ഏറെക്കുറെ ഒരു ശാരീരിക ആവശ്യമാണ്. സ്ത്രീയുടെ സ്നേഹം അങ്ങനെയല്ല. അവളൊരു പ്രണയം കൊണ്ട് തന്നെ സംതൃപ്തിയാണ്. സ്ത്രീ പുരുഷൻ്റെ ശരീരമല്ല നോക്കുന്നത്, അവൻ്റെ ആന്തരിക ഗുണങ്ങളെയാണ്. എന്നെ പുരുഷനോ സ്ത്രീയോ ആയി കണ്ടുകൊണ്ട് ശ്രവിക്കരുത്, അവബോധമായി അറിഞ്ഞുകൊണ്ട് കേൾക്കുക. ഓഷോൻ്റെ സ്ത്രീയെക്കുറിച്ചുള്ള പുസ്തകമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകം തീർച്ചയായിട്ടും വിവാഹിതരാവാൻ പോകുന്നവർ മസ്റ്റായി വായിച്ചിരിക്കേണ്ടതാണ്. മഹാനായ ഓഷോ പറയുന്നു, ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഈ ലോകത്തിലേക്ക് ഒരു പുതിയ ആത്മാവിനെ ക്ഷണിച്ചു വരുത്തലാണ്. ആ കുഞ്ഞിന് വേണ്ട സംസ്കാരവും അവൻ്റെ ജന്മസിദ്ധമായ സർഗാത്മകതയും ദേഷ്യണയൊക്കെ ഒരു അമ്മയിൽ നിന്ന് കിട്ടണം. അപ്പോൾ ഗർഭപാത്രം മുതലേ പഠനം കുട്ടി ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ ഗർഭവതിയായിരിക്കുന്ന കാലഘട്ടം ഓഷോ പറയുന്നു, ആ സ്ത്രീ സംഗീതം കേൾക്കണം, നല്ല നല്ല ഹാപ്പിനെസ് പരിപാടികൾ കാണണം, ഒരിക്കലും ക്രോധത്തിൽ അസ്വസ്ഥപ്പെടാനോ ഒന്നും പാടില്ല. അതൊക്കെ കുട്ടീനെ ബാധിക്കും പലതരത്തിലും, നമുക്കറിയില്ല അതിൻ്റെ കാരണം, റീസൺ. അപ്പോൾ ഓഷോ അത്രയും ആഴത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട് സൈക്കോളജിക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു സ്ത്രീയും വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി നല്ല രീതിയിൽ ആ വിവാഹ ജീവിതം, കുടുംബം, എന്താണ് കുടുംബം, കുടുംബത്തിൻ്റെ ധർമ്മം എന്താണ് കുടുംബം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട് ഓഷോ, നമ്മളെ ഈ കുടുംബാസൂത്രണത്തെക്കുറിച്ച് പറയുന്നു, കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്നു, പ്രണയത്തെക്കുറിച്ച് പറയുന്നു, ഭാര്യ ഭർത്താക്കന്മാരെക്കുറിച്ച് പറയുന്നു. അതിനൊക്കെ തികച്ചും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ പുസ്തകം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു അമൂല്യ ഗ്രന്ഥമാണ് സ്ത്രീ എന്ന ഈ കൃതി. ഇത് എല്ലാ യുവതികളും യുവാക്കന്മാരും വായിക്കണം. എന്നാൽ നല്ല സധൈര്യം ജീവിതത്തെ നേരിടാനും വെല്ലുവിളികളെ നേരിടാനും, എന്താണ് സൈക്കോളജി, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെ മഹാനായ ഓഷോ വളരെ സയൻറ്റിഫിക്കായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓഷോൻ്റെ സ്ത്രീ എന്ന ഈ പുസ്തകം ഗ്രീൻ ബുക്സാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് മലയാളത്തിൽ. അത് പരിഭാഷപ്പെടുത്തിയത് KPA സമദ് അവർകളാണ്. ഈ പുസ്തകം നിങ്ങൾക്ക് കാലിക്കറ്റ് ഗ്രീൻ ബുക്സിൽ അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയാണ്, വേറെ ഒന്നും ഒരു ഉദ്ദേശമില്ല. ഇത് എല്ലാവരും വായിച്ചിരിക്കുന്നത് കൂടുതൽ മെച്ചപ്പെട്ട സധൈര്യം മുന്നോട്ട് പോകുവാൻ, കുടുംബജീവിതം സെറ്റ് ചെയ്യാൻ പോകുന്നവർ ഇത് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മനസ്സിലാവും എന്താണ് കുടുംബത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ അപാകതയും അതിലുള്ള യുദ്ധവും സംഘട്ടനവും സംഘർഷവും ഒക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ഉത്തമ ഗ്രന്ഥമാണിത്. ദ ബുക്ക് ഓഫ് വുമൺ, സ്ത്രീ. ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.